അങ്ങനെ ഇപ്പൊ വേണ്ട. ദീപു പകുതി കഴിച്ചിട്ട് തന്നാ മതി. എനിക്ക് വേണ്ട. കഴിക്കു ദീപു. എന്റെ പൊന്ന് ദീപു അല്ലേ, കഴിക്കും. സാർ, സാർ, പെട്ടി ഞാൻ എടുക്കാം സാർ. വേണ്ട സാറേ, സാറേ പെട്ടി ഞാൻ എടുക്കാം സാറേ. വേണ്ട 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 സാറേ, സാറേ പെട്ടി ഞാൻ എടുക്കട്ടെ സാറേ. രാജൻ, നീ ഇവിടെ? ദീപു, ദീപു നീ എന്താ ഈ വേഷത്തിൽ? എല്ലാം ഞാൻ പറയാൻ രാജൻ, നീ വരൂ. എന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ വീട് വിട്ടിറങ്ങി. അങ്ങനെ രാധയിൽ നിന്നും ഞാൻ സ്നേഹം എന്താണെന്ന് പഠിച്ചു. പക്ഷേ പട്ടിണി മാത്രം മിച്ചം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്നെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയത് നന്നായി. എന്റെ അമ്മാവിന്റെ ഒരു കൊച്ചു ഓട്ട് ഫാക്ടറി ഉണ്ട്, അവിടെ ഞാൻ നിനക്ക് ജോലി വാങ്ങിത്തരാം. എങ്കിൽ വലിയ ഉപകാരം രാജൻ. എന്നാ ഞാൻ പോട്ടെ. നിക്കടാ, അയ്യോ വെക്കടാ, ഞാനില്ലേ തരുന്നത്. ശരി, നാളെ കാണാമല്ലോ. രാധേ, ജോലി കിട്ടിയോ? ആ കിട്ടി. എവിടെ? അല്പം ദൂരെയാ, ഒരു ഓട്ട് കമ്പനിയിൽ. നല്ല പണിയാണോ? നാളെ അറിയാം. എന്റെ ഒരു കൂട്ടുകാരനെ ഞാനൊന്ന് വഴിക്ക് വെച്ച് കണ്ടു. അവനായി പണി വാങ്ങി തന്നത്. ഇതൊക്കെ വാങ്ങാൻ പൈസ ഒന്നും അവനാ. എന്തായാലും ദൈവം കണ്ണു തുറന്നു. ഇനി ഒന്നും പേടിക്കാനില്ല. നീ ഇതൊക്കെ കൊണ്ടുപോയി വല്ലതും ശരിയാക്ക്. നിനക്കിന്ന് വയറ് നിറച്ച ചോറ് ഞാൻ വാരി തരുന്നുണ്ട്. നോക്കട്ടെ, ഇപ്പൊ എന്തിനാ അതിന് കാശ് കളഞ്ഞത്? നീ ഇതൊന്ന് ഉടുത്തേ, ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ ഉടുക്കാനോ? ഇപ്പൊ വേണ്ട, ദേഹം നിറച്ച് അഴുക്കാം, കുളിച്ചിട്ടുടുക്കാം. പോരാ, ഇപ്പൊ തന്നെ നീ സാരി ഉടുത്ത് നിൽക്കുന്നത് എനിക്ക് കാണണം. വേണ്ട ദീപു. ഞാൻ പറഞ്ഞാ നീ കേക്കില്ലേ? ഒന്നുടുക്കരാതെ. അയ്യയ്യേ, നിനക്ക് ഒന്നും അറിയില്ല. ഇങ്ങിതാ, ഞാൻ ഉടുപ്പിച്ചു തരാം. രാധേ, നീ എത്ര മനോഹരിയായിരിക്കുന്നെന്നോ.
ചുമ്മാ കളിയാക്കാതെ. ഓ, ദീപുനുള്ള ചോറ് വന്നല്ലോ. എന്നാ നിങ്ങൾ അടുത്ത ആഴ്ച വരൂ. അപ്പോഴേക്കും ഞാൻ കണക്കുകളൊക്കെ ശരിയാക്കി വെക്കാം. ശരി, ഞാൻ വരട്ടെ. രാധേ, നോക്കട്ടെ. പെണ്ണങ്ങ് പിണങ്ങിയല്ലോ. ഇതാ നിനക്കൊരു സമ്മാനം. അയ്യ, നന്നായിരിക്കുന്നു. ഒരുപാട് കാശായി കാണുമല്ലോ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന മാത്യുവിന്റെ കല്യാണം നാളെ. നിന്നെ കൂടെ വിളിച്ചോണ്ടിരുന്നെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഇതെടുത്തുകൊണ്ട് നാളെ എന്റെ കൂടെ വരണം. അയ്യോ, കല്യാണത്തിനൊന്നും ഞാൻ വരുന്നില്ല. അതെന്താ? ആളുകൾ എന്നെ കളിയാക്കും. എന്തിന്? ദീപുവിന്റെ കൂടെ വരുന്നതിന്. ഇപ്പോഴെന്താ ഇങ്ങനൊരു പുതുമ തോന്നിയത്? ഇപ്പോഴല്ല, കുറച്ചു നാളായി അവരെന്നെ കളിയാക്കുന്നു. കമ്പനി ചോറ് കൊണ്ടുവരുമ്പോഴൊക്കെ അവളുമാരും അവന്മാരും ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നു. എന്തോ ചോദിക്കുന്നു? ദീപു എന്റെ ആരാണെന്ന് അവർക്കറിയണം. നമ്മൾ ഒന്നിച്ചാണോ നടക്കുന്നേ, ഒന്നിച്ചാണോ കിടക്കുന്നേ, പിന്നെ നാണം കെട്ട വർഗം. ആട്ടെ, നീ എന്തോ മറുപടി പറയും? അതിരിക്കട്ടെ, നീ എന്റെ ആരാ? നീ എന്റെ ആരാണെന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? നീ എന്റെ പെണ്ണാണെന്ന്. എന്ന് വെച്ചാൽ? ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണെന്ന്. അത് നമ്മള് കല്യാണം കഴിച്ചില്ലല്ലോ. പിന്നെങ്ങനെ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നത്? മണ്ടി പെണ്ണെ, നമ്മുടെ പ്രായത്തിലുള്ളവർ കല്യാണം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുന്നത് തെറ്റാ. നാട്ടുകാരഞ്ഞ ബഹളം ഉണ്ടാക്കും. എന്നാ നമുക്ക് നിർത്തണ്ട, തുറന്ന് പറഞ്ഞേരെ. ആട്ടെ, നിന്നെ ഞാൻ കെട്ടുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇന്ന് നമ്മുടെയും കല്യാണമാണ്. നമ്മുടെ കല്യാണമോ? എന്താ, നിനക്കിഷ്ടമല്ലേ? ഇനിമേലാൽ നന്മയിലും തിന്മയിലും, സമ്പത്തിലും ദരിദ്രതയിലും, ദീനത്തിലും സുഖത്തിലും
മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നാമധേയത്തിൽ നിന്നെ എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളും